അത് ആർക്ക് കൊടുക്കുന്നു, ആര് ചിലവാക്കുന്നു എന്നുള്ളതിന് കണക്കുമില്ല. ഏതാണ് കാണിക്കുന്നത്? ക്ഷേമം കൊടുക്കുന്നില്ല, ജോലിക്കാരന് പൈസ കൊടുക്കുന്നില്ല, ഇന്നെല്ലാം ക്ഷാമങ്ങളും കഷ്ടപ്പാടും ദുരിതം അനുഭവിക്കുന്ന ആളുകൾ വേണ്ടി ജനങ്ങൾക്ക് സന്തോഷത്തിന് വേണ്ടി ഓണാഘോഷം ചെയ്യുന്ന കാര്യം കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാൻ പറ്റിയില്ല, മറ്റേ ഉൾപ്പെട്ടുള്ള കാരണം. അതെ, ഈ പൈസ ഇല്ല എന്ന് പറയാൻ എന്താണ് ഇവിടെ ബുദ്ധിമുട്ടുള്ളത്? ഒരു കുഴപ്പമില്ല. അവർക്കുള്ള വരുമാനം എന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടും സാമ്പത്തിക മാന്ദ്യതയും എന്ത് പറഞ്ഞിരുന്നാലും ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, കടബാധ്യത അല്ലെങ്കിൽ കടമെടുപ്പ്, ഇത് മാത്രമാണ് നമ്മുടെ സർക്കാരിന് പറയാനുള്ളത്. ക്ഷേമ പെൻഷനും മറ്റ് പെൻഷനൊക്കെ തന്നെ കുടിശ്ശികയിലാണ്. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കുടിശ്ശികകളെല്ലാം കൊടുത്തു തീർത്ത് വരികയാണ് സർക്കാർ. പക്ഷേ ഇത്രയും സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന സർക്കാർ ഇപ്പോൾ നമ്മുടെ ഓണാഘോഷത്തിന് വേണ്ടി ചിലവാക്കിയിരിക്കുന്നത് 20,000 കോടി രൂപയാണ് ഖജനാവിൽ നിന്ന് ചിലവാക്കിയിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ എന്തിനായിരുന്നു ഇത്രയും രൂപയുടെ ഒരു ആർഭാടം കാണിക്കൽ? നമ്മൾ സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിലാണ് എന്നുണ്ടെങ്കിൽ സർക്കാർ ഒരു ആർഭാടം കുറച്ച് ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് അത് എൻ്റെ സ്വകാര്യമായ അഭിപ്രായം. പക്ഷേ ഇതേ അഭിപ്രായത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഇത്തരം ഒരു ചോദ്യത്തിനെ കുറിച്ച് സമൂഹത്തിൽ ചോദിച്ചപ്പോൾ സാധാരണക്കാരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം. സാധാരണക്കാരനായ എനിക്ക് അതിൻ്റെ എന്ന് വെച്ചാൽ പൈസ കിട്ടുന്നു, എടുക്കുന്നു, തീരുന്നു, ചിലവഴിക്കുന്നു. അപ്പം നമ്മൾ തന്നെ സാധാരണക്കാർക്ക് പൈസ ഇല്ലെങ്കിൽ അവിടെ നിന്ന് കടമെടുക്കത്തില്ലേ, അതുപോലെ ചെയ്യുന്നു, അത്ര തന്നെ. അതുകൊണ്ട് ഈ ഭരണത്തോട് എനിക്ക് യാതൊരു, ഞാനൊരു ഇടതുപക്ഷക്കാരനാണെങ്കിലും എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണ്. അതിലുപരി KSRTC പെൻഷനുകാരാണ് ഞാൻ. ഇത്രയും കടമെടുത്തിട്ട് ഞങ്ങളുടെ കുടിശ്ശിക പെൻഷൻ ഒന്നും തന്നിട്ടില്ല. പക്ഷേ ഈ ആഘോഷത്തിന് വേണ്ടി ലൈറ്റ് ഇപ്പം വേണ്ടെന്ന് പറയുന്നില്ല, വേണം, ആവശ്യത്തിന് വേണം. അതെ, അത് ഈ പാവപ്പെട്ട ആളുകൾ കൂടെ കൊടുത്തിട്ട് വേണം. ഇപ്പം മറ്റവരുടെ പെൻഷൻ ഉണ്ട്, അത് 3-4 ഗഡുവായപ്പോൾ 2 ഗഡു കൊടുത്തു പാവപ്പെട്ടവരെ ക്ഷേമ പെൻഷൻ. അതെ, അതുപോലും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് യോജിപ്പില്ലാത്ത ഒരു ഭരണം തന്നെയാണ് സർക്കാർ ഇത് കാണിക്കുന്നത്. സാധാരണക്കാരോട് കാണിക്കുന്ന ഒരു അനീതി തന്നെയാണ്. തീർച്ചയായിട്ടും അനീതി തന്നെയാണ്. അത് ആർക്ക് കൊടുക്കുന്നു, ആര് ചെലവാക്കുന്നു എന്നുള്ളതിന് കണക്കുമില്ല. ഇല്ല, കണക്ക് ചോദിച്ചിട്ട് കണക്ക് പറയുന്നില്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് ഇത് നല്ലൊരു ഭരണം അല്ല. നേരത്തെ കൊള്ളായിരുന്നു, തുടങ്ങിയപ്പോൾ കൊള്ളാം. രണ്ടാമത് പിന്നെ വന്നപ്പോഴാണ് രണ്ടാം തുടർ ഭരണമാണ് കൂടുതൽ മോശമാക്കി കളഞ്ഞത്. ഏറ്റവും മോശമായ ഭരണമാണ്. പക്ഷെ അടുത്ത മൂന്നാം പ്രാവശ്യം അവർ വരണം അല്ലെങ്കിൽ അവർ വരും എന്നുള്ളതാണ് പറയുന്നത്. അത് എനിക്കത് തോന്നുന്നില്ല. ഇല്ല. നമ്മുടെ സർക്കാർ ക്ഷേമ പെൻഷനും മറ്റു കുടിശ്ശികയൊക്കെ കൊടുക്കാനായിട്ട് പൈസ ഇല്ലാന്നാണ് പറയുന്നത്. അതെ, ഇല്ല. ഞാനും നിർമ്മാണ തൊഴിലാളിയാണ്, എനിക്കും പെൻഷൻ കിട്ടുന്നില്ല. പക്ഷേ സർക്കാർ ഇപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് ചെലവാക്കിയിരിക്കുന്നത് 20,000 കോടി രൂപയാണ് ഖജനാവിൽ. അത് ഒരു വീതം വിധിച്ച ജനങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ അത് ഉപയോഗപ്പെടില്ലായിരുന്നു. അതെ, അപ്പൊ ഇത് സർക്കാർ ജനങ്ങളോട് കാണിക്കുന്ന അനീതിയല്ലേ എന്നുള്ളതാണ്. അനീതിയാണ് കാണിക്കുന്നത്. ക്ഷേമം കൊടുക്കുന്നില്ല, ജോലിക്കാരന് പൈസ കൊടുക്കുന്നില്ല, ഇന്നെല്ലാം ക്ഷാമങ്ങളും കഷ്ടപ്പാടും ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ഉണ്ട്. അതെ, ഇത്രയും ഓണാഘോഷം വേണ്ടെന്ന് പറയുന്നില്ല. ആവശ്യത്തിന് വേണം. അതെ, അത് ആവശ്യത്തിന് വേണം. ഇത് കൂടിപ്പോണു. അതൊരു അനാവശ്യ ചിലവായിട്ട് മാത്രമേ കണക്കൂട്ടൂ. കാരണം ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധി, പല വിഭാഗത്തിലുള്ള ജീവനക്കാർക്ക് ശമ്പളമില്ലായ്മ, പലരും 3-4 മാസമുള്ള അത്രയും വരുമ്പോൾ ഇത്രയും ഒരു തുക ആഘോഷത്തിന് വേണ്ടി ചെയ്യുന്ന തികച്ചും ദൂർത്ത് തന്നെയാണ്. ഓണാഘോഷം വേണ്ടെന്ന് പറയുന്നില്ല. ഓണാഘോഷം കുറച്ച് ലളിതമായി ഇതിലാകാമായിരുന്നു. ബാക്കി എല്ലാ കാര്യത്തിലും ലളിതവും കാര്യങ്ങളും ഒക്കെ പറയുന്ന അതേ സർക്കാർ തന്നെ. കാരണം ഇതിന്റെ പിന്നിൽ കുറെ ആൾക്കാർക്ക് കുറെ സാമ്പത്തിക ലാഭം ഉണ്ട് അതിന്റെ പിന്നിലുള്ള ഇത്. പക്ഷെ എന്നാലും ഇത് സാധാരണക്കാരോട് കാണിക്കുന്ന അനീതിയല്ലേ? തീർച്ചയായും ഇനി അടുത്ത 3ാം തുടർ ഭരണവും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അടുത്ത ഭരണം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ജനങ്ങളുടെ കൈവശമല്ലേ, ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. അതിനി അവർ തുടർ ഭരണമാകണോ അതല്ല അടുത്തൊരു മാറ്റമുള്ള ഒരു സർക്കാർ വരണമെന്നൊക്കെ ജനങ്ങൾ തീരുമാനിക്കും. ശരിയാണ്, സാധാരണക്കാർക്കാണെങ്കിൽ അനീതിയാണെങ്കിൽ പോലും ഓണാഘോഷം എന്ന് പറയുമ്പം ജനങ്ങൾക്കെല്ലാം അറിയൊരു ആഘോഷമാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നതായിരിക്കും. ആഘോഷം വേണ്ടെന്ന് പറയുന്നില്ല, ക്ഷേമ പെൻഷനൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ. അതിപ്പോ ഇലക്ഷനോടനുബന്ധിച്ച്, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മാത്രമാണ് കുടിശ്ശിക കൊടുത്തു തുടങ്ങിയത്. മുഴുവനും കൊടുത്തിട്ടില്ല, ഇനിയും ഒരു ഘടകമുണ്ട്. പക്ഷെ അതിനല്ല ഓണാഘോഷം വേണ്ടെന്നല്ല പറയുന്നത്. കുറച്ച് ആർഭാടം കുറച്ചൊക്കെ ചെയ്യാമായിരുന്നില്ലേ? എങ്ങനെ ഇപ്പം കുറച്ചാലും കൂട്ടിയാലും ചെലവ് തന്നെയാണ്, മനസ്സിലായില്ലേ? അപ്പം ഇത് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് സന്തോഷത്തിന് വേണ്ടി ഓണാഘോഷം ചെയ്യുന്ന കാര്യം കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാൻ പറ്റിയില്ല, മറ്റേ ഉൾപ്പെട്ടുള്ള കാരണം. അതുകൊണ്ട് ഞാൻ സത്യസന്ധമായിട്ട് രാഷ്ട്രീയ ലെവലിൽ പറയുന്നതല്ല, ഇതൊരു ആഘോഷമാണ്, ജനങ്ങൾക്ക് ആഘോഷം നടത്തേണ്ടതാണ്. പക്ഷേ മറ്റുള്ള കാര്യങ്ങൾ അതേപോലെ ചെയ്യേണ്ടതാണ്. അതാണ് പറയുന്നത്. മറ്റുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷേമ പെൻഷൻ കൊടുക്കണം, മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതാണ്. എന്താ പറയുക, ഇവിടെ ചെലവിനൊരു കുറവില്ല.
അമിതമായ വരുമാനം കുറവാണ്. വരുമാനം കുറവുള്ള മേഖല മദ്യം അറിയാമല്ലോ, മദ്യം ലോട്ടറിയൊക്കെയാണ് ഇവിടുത്തെ വരുമാനം. അതുകൊണ്ടൊന്നും ഒരു ഗവൺമെൻറ് നീതിപൂർവമായി ജീവിക്കാൻ പറ്റിയെന്ന് കൊണ്ടുപോകാൻ പറ്റിയെന്നില്ല. അതുകൊണ്ട് ഇവിടെ അതല്ലാതെ വ്യവസായ രീതിയിൽ വ്യവസായ വിപ്ലവം ഉണ്ടാക്കി വ്യവസായം മോഡിപ്പിച്ച് കൊണ്ടുപോകുന്നാൽ മാത്രമേ ഇവിടെ ഒരു നല്ലൊരു പഠനം കാഴ്ചവെക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അഴിമതിക്കാരായ മന്ത്രിമാരില്ലാതിരിക്കുക, അഴിമതി ചെയ്യാതിരിക്കുക, പണ്ടില്ലേ പോലീസിന്റെ വ്യവസ്ഥ ഉണ്ടല്ലോ നമ്മൾ. അതൊന്നും ഒരിക്കലും നീതിയുക്തമായ കാര്യങ്ങളല്ല, നീതിയല്ല അത്. ഒരു ജനങ്ങൾക്ക് ഒരു അഭയമെന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനാണ്. അവിടെ പോയി നമുക്ക് ഒരു പരാതി പറയുകയാണെങ്കിൽ അത് നീതി ഉണ്ടായിരിക്കണം. നീതി ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് കാര്യമില്ല. പോലീസുകാർ ഗുണ്ടകളായ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാവില്ല. 20,000 കോടി രൂപ ഓണാഘോഷത്തിന് ചിലവാക്കാനുണ്ട് സർക്കാരിന്. അതേ സർക്കാർ ക്ഷേമ പെൻഷനും മറ്റുള്ളതൊക്കെ കുടിശ്ശിക ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടിയാണ് കുടിശ്ശികകളൊക്കെ കൊടുത്തു തീർത്തത്. പക്ഷേ എന്ത് ചോദിച്ചെന്നാലും പറയുന്നത് കടമെടുപ്പെന്നാണ്. അപ്പോൾ ഇതിന് കാശ് കടമെടുക്കേണ്ടി വന്നില്ലേ എന്നുള്ളതാണ്. എല്ലാ കടകളുടെയും സീരിയലും സാധനങ്ങളും എല്ലാം ഇടുന്നുണ്ട്. പിന്നെ ഇവരൊക്കെ എന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഗാന്ധി പാർക്ക്, നൈനാർ പാർക്ക്, ഇത് തുച്ഛമായ, പിന്നെ വെള്ളയമ്പലത്ത് അവരുടേതായ അവിടെ ഉണ്ടെങ്കിൽ അവിടെ പരിപാടികളുമുണ്ട്. 10-12 പരിപാടികൾ ദിവസമാണ്. എല്ലാ വരുമാനമുള്ളതല്ല. ഇപ്പോൾ ഖജനാവിന് തന്നെ ഇഷ്ടംപോലെ ചിലവാക്കണം എന്ന് പറയാൻ നമുക്ക് വിധസമ്മതങ്ങളുണ്ട്. പിന്നെ ആർക്കും തന്നെ സർക്കാരില്ല എന്തോ ആവട്ടെ നമുക്ക് സർക്കാരിനോട് ആരും ചോദിക്കാനില്ല എന്നുള്ളതാണ്. ആരും ചോദിക്കാനില്ല. ചോദിച്ചാലും അവർക്ക് മറുപടി പറഞ്ഞാൽ പറഞ്ഞു. അതെ, സർക്കാരിന് എന്തും ആകാം. നമ്മൾ സാധാരണ പോലുള്ള സാധാരണക്കാരോട് കാണിക്കുന്ന അനീതിയാണ് ഇത് ശരിക്കും. തീർത്തും നമുക്കത് പറഞ്ഞു കൊള്ളിക്കാൻ മതി. നാളെ നമുക്കിവിടെ ജീവിക്കാനൊക്കാത്ത കണ്ടീഷൻ. സർക്കാർ കടത്തിലാണ്, ബാധ്യതയിലാണ്, പ്രശ്നങ്ങളിലാണ്, ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെന്നൊക്കെ പറയുന്ന അതേ സർക്കാർ തന്നെ ഇന്നത്തെ ഓണാഘോഷത്തിന് 20,000 കോടി രൂപയാണ് ഖജനാവിൽ നിന്ന് ചിലവാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണക്കാരോട് കാണിക്കുന്ന ഒരു അനീതിയല്ലേ എന്നുള്ളതാണ്. അനീതിയാണ്. ഈ പൈസ ഇല്ല എന്ന് പറയാൻ എന്താണ് ഇവിടെ ബുദ്ധിമുട്ടുള്ളത്? ഒരു കുഴപ്പമില്ല. അവർക്കുള്ള വരുമാനം എന്ന് പറയുന്നത് മദ്യത്തിൻ്റെയും ലോട്ടറിയുടെയാണ്. അതിലും ഒരു കുഴപ്പമില്ലാതെ പോകുന്നു. ബാക്കി റവന്യൂ വരുമാനങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ എങ്ങനെ സാമ്പത്തിക ഞെരുക്കം വരും? ക്ഷേമ പെൻഷനും മറ്റ് പെൻഷനൊക്കെ കുടിശ്ശികയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി പെൻഷനൊക്കെ കുറേശ്ശെ കുടിശ്ശികകൾ കൊടുത്തു തുടങ്ങി എന്നുള്ളതാണ്. അത് എന്തിൻ്റെ മുന്നോടിയാണെന്ന് അറിയാൻ പറ്റുമല്ലോ. പക്ഷേ ഇത്രയും ആർഭാടം വേണമായിരുന്നോ എന്നുള്ളതാണ്. ഓണാഘോഷം വേണ്ട എന്നൊന്നും പറയുന്നില്ല. ആർഭാടം പാടില്ല. ഒരു സാധാരണ രീതിയിൽ എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അത്ര തന്നെ. ഇത്രയും കോടികൾ മുടക്കി അതിൻ്റെ ആവശ്യമില്ല. അതെ, വേണം. നമുക്ക് വേണ്ടെന്ന് പറയുന്നില്ല. 2 വർഷം കൊണ്ട് ഓണമൊക്കെ കുറച്ച് പരിങ്ങലിലാണ്. പക്ഷേ ഇത്രയും സാധാരണക്കാരെ കടക്കാരാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ക്ഷേമകാര്യങ്ങളിലൊന്നും എടുക്കാതെ ഓണാഘോഷത്തിന് വേണ്ടി ചിലവാക്കുന്നതിനെക്കുറിച്ച് കുറച്ച് പേർക്കെങ്കിലും ഒരു അതൃപ്തി ഉണ്ടെന്നുള്ളതാണ്. അതൃപ്തിയുണ്ട്. കുറച്ച് പേർക്കെന്നല്ല, ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം കാണും.